ഹലോ, എല്ലാവർക്കും അമൃതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ CBSE 10th ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, പാർട്ട് 1. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഫോട്ടോസിന്തസിസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 എക്സ്പീരിമെൻറ്റ്സ് ആണ്. നമുക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്താണെന്ന്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അതിനാവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ റോ മെറ്റീരിയൽസൊക്കെ ഈ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നുണ്ടോ, അതൊക്കെ തന്നെയാണോ എന്നുള്ള അത് പ്രൂവ് ചെയ്യണ കുറച്ച് എക്സ്പീരിമെൻറ്റ്സ് ആണ്. ഒരു 3 എക്സ്പീരിമെൻറ്റ്. അപ്പോൾ നമ്മളത് കൂടുതലും ടെക്സ്റ്റിൽ ഇങ്ങനെ ബോക്സൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളതിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ഈ എക്സ്പീരിമെൻറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം എക്സ്പീരിമെൻറ്റ് നോക്കാം, വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. CO2 ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. CO2 ഫോട്ടോസിന്തസിസിന് എസെൻഷ്യൽ ആണോ? നമ്മുടെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഫോട്ടോസിന്തസിസ്, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന്, ഇല്ലേ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് എന്താ പറയണത്? ഫോട്ടോസിന്തസിസിന് CO2 ആവശ്യമാണോ അത് തെളിയിക്കണ ഒരു എക്സ്പെരിമെൻ്റാണ് ഇത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ CO2 ആവശ്യമാണോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ചെടിക്ക് CO2 കൊടുക്കാതിരുന്ന് നോക്കാം. CO2 കൊടുക്കാതിരുന്ന് നോക്കിയിട്ട് അതിൽ ഫോട്ടോസിന്തസിസ് നടന്നോ അല്ലെങ്കിൽ നടന്നില്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. ഓക്കെ, ഇനി യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോട്ടഡ് പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പോട്ടഡ് പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ ഈസിയാണ്, അല്ലേ? നമുക്ക് ഇപ്പോൾ പല പ്ലേസിൽ വെക്കേണ്ടി വരും. നമ്മൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി പറിച്ച് അതിലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അതിനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് ചെയ്യുക, അത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ബുദ്ധിമുട്ടല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ പോട്ടഡ് പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് എവിടെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ പോട്ടഡ് പ്ലാന്റ് സെലക്ട് ചെയ്യണത്. ക്ലിയർ ആയോ? ഇനി ഫോട്ടോസിന്തസിസ് നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത്? നമുക്കറിയാം, ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്, അല്ലേ? ഗ്ലൂക്കോസ് ആണ് പ്രൊഡക്റ്റ്. ആ ഗ്ലൂക്കോസിന് എന്ത് ഫോമിലാണ് അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുക? സ്റ്റാർച്ച് ഫോമിൽ. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്ത് ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർച്ച് ഫോമിൽ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിൽ സ്റ്റാർച്ച്, ആ ചെടിയിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക? അയഡിൻ ഉപയോഗിച്ചിട്ട്, അയഡിൻ ടെസ്റ്റാണ് നമ്മൾ ചെയ്യാം. സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അയഡിൻ ടെസ്റ്റ് ഉപയോഗിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അയഡിൻ ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളറ് നമുക്ക് വരും. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് കിട്ടും. അപ്പോൾ അങ്ങനെ ഡാർക്ക് ഒരു ബ്ലൂ ബ്ലാക്ക് കളറ് വരാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് ഉണ്ട്, ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇനി അങ്ങനെ ഒരു കളറ് കിട്ടിയില്ലെങ്കിൽ അതിലെന്താ? ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല, സ്റ്റാർച്ച് ഇല്ല. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് വേഗം എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് 2 പോട്ടഡ് പ്ലാന്റ് സെലക്ട് ചെയ്തു. 2 പോട്ടഡ് പ്ലാന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയഗ്രത്തിൽ. ഒരെണ്ണം എക്സും വൈന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോട്ടഡ് പ്ലാന്റ് സെലക്ട് ചെയ്യുക. ആ പോട്ടഡ് പ്ലാന്റിനെ നമ്മൾ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യണ മുന്നേ ഡാർക്ക് റൂമിൽ 3 അല്ലെങ്കിൽ 2 ദിവസം ഡാർക്ക് റൂമിൽ വെച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോട്ടഡ് പ്ലാന്റിനെ ഡാർക്ക് റൂമിൽ വെക്കണത്? കാരണം നമ്മൾ വെയിലത്ത് നിൽക്കണ ഒരു പ്ലാന്റിനെടുത്ത് ഡയറക്റ്റായിട്ട് അതിൽ ഫോട്ടോസിന്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഓൾറെഡി വെയിലത്ത് നിൽക്കണതാണ്, അപ്പോൾ എന്തായാലും ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടാവും, അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്താലും നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുക, അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യണ പ്ലാന്റിനെ 2-3 ദിവസം നമ്മൾ ഡാർക്ക് റൂമിൽ വെക്കണത്.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഡാർക്ക് റൂമിൽ വെക്കുമ്പോൾ എന്തായാലും ലൈറ്റ് ഇല്ലാത്ത കാരണം ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഇനി പ്ലാന്റിന് ഓൾറെഡി സ്റ്റോർ ചെയ്ത് ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡാർക്ക് റൂമിൽ നമ്മൾ വെക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീസ്റ്റാർച്ചിങ് ചെയ്യാനായിട്ട്. അതിൽ ഉള്ള സ്റ്റാർച്ചിനെ എല്ലാം കളയാൻ വേണ്ടിയിട്ട്, ഡീസ്റ്റാർച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ പ്ലാന്റിനെ ഡാർക്ക് റൂമിൽ വെക്കണത്. അങ്ങനെ ഡാർക്ക് റൂമിൽ 2-3 ദിവസം വെച്ച പ്ലാന്റിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ എക്സ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ അടുത്ത് ഒരു ചെറിയ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ KOH എന്ന് പറയുന്ന ഒരു കെമിക്കൽ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിട്ടില്ല. ഈ KOH വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ അത് CO2നെ എബ്സോർബ് ചെയ്യും. അങ്ങനെ CO2നെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഈ KOHന് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഒരു പ്ലാന്റിൻ്റെ അടുത്ത് നമ്മൾ എന്ത് വെച്ചു? KOH വെച്ചിട്ടുണ്ട്. ഒരു പ്ലാന്റിൻ്റെ അടുത്ത് നമ്മൾ KOH വെച്ചിട്ടില്ല. ഇനി രണ്ടിനെയും ബെൽ ജാർ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുക, അടിയിൽ വാസലിൻ ഉപയോഗിച്ച് സീൽ ചെയ്യുക. ഈ 2 പ്ലാന്റിനെയും നമ്മൾ എന്ത് ചെയ്യാം? സൺലൈറ്റിൻ്റെ അടുത്ത് ഒരു 2 മണിക്കൂർ വയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ സൺലൈറ്റിൻ്റെ അടിയിൽ വെക്കുമ്പോൾ ഫോട്ടോസിന്തസിസ് ഒക്കെ നടന്നോളും. ഇനി ഈ KOH അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എക്സ് പ്ലാന്റിൻ്റെ അടുത്ത് നമ്മൾ KOH വെച്ചിട്ടുണ്ട്. അപ്പോൾ KOHൻ്റെ ഫങ്ഷൻ എന്താ? അത് CO2നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ബെൽ ജാർ വെച്ച് ക്ലോസ് ചെയ്യണ സമയത്ത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലേക്ക്, 2ൻ്റെയും ഉള്ളിലേക്ക് എന്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്? CO2 എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ എക്സ് പ്ലാന്റിൽ നമ്മൾ KOH എന്ന് പറയുന്ന കെമിക്കൽ അതിൻ്റെ അടുത്ത് വെച്ചിരിക്കണ കാരണം തന്നെ ഈ KOH ഇതിൻ്റെ ഉള്ളിലുള്ള CO2നെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആയോ? ഇനി 2 മണിക്കൂർ വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ 2ൻ്റെയും ബെൽ ജാർ ഓപ്പൺ ചെയ്യുന്നു, ലീഫ് കളക്ട് ചെയ്യുന്നു. ഉടനടി നമ്മൾ ലീഫിനെ കില്ല് ചെയ്യാണ്. കാരണം അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കില്ല് ചെയ്യണത് എങ്ങനെയാണ്? നല്ല ഹോട്ട് വാട്ടറിലിട്ട്, ജസ്റ്റ് ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി, ലീഫ് കില്ലായിക്കോളും. അതിനുശേഷം എത്തനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ്. ആൽക്കഹോളിൽ ഈ 2 ലീഫിനെയും നമ്മൾ ബോയിൽ ചെയ്യാം. എന്തിനാണ് ബോയിൽ ചെയ്യണത്? ക്ലോറോഫില്ല് റിമൂവ് ചെയ്യാൻ, ഇതിൻ്റെ ഈ ഒരു പച്ച കളർ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തിനാണ് നമ്മൾ റിമൂവ് ചെയ്യണം? അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കളറ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിൽ നമ്മൾ ബോയിൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ക്ലോറോഫിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബോയിലൊക്കെ ചെയ്തതിന് ശേഷം ക്ലോറോഫിലൊക്കെ റിമൂവ് ആയ 2 ലീഫ് നമുക്ക് കിട്ടി. ഒന്ന് എക്സ് പ്ലാന്റിൻ്റെ ലീഫും ഒന്ന് പ്ലാന്റിൻ്റെ ലീഫും. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ പറ, ഏതിലായിരിക്കും ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടാവുക? അങ്ങനെ 2 ലീഫ് നമുക്ക് കിട്ടി. നമ്മൾ 2 എണ്ണത്തിലും നമ്മൾ കുറച്ച് ഡ്രോപ്സ് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു. അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഏത് ലീഫിനായിരിക്കും നല്ല ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടാം? ഏത് ലീഫിനായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. എക്സിനാണോ? എക്സ് ചെടിയുടെ ലീഫിനാണോ? അല്ലെങ്കിൽ വൈയുടെ ലീഫിനാണോ? ഏതിനായിരിക്കും കിട്ടുക? നമുക്ക് ഈ പ്ലാന്റിൻ്റെ ലീഫിനായിരിക്കും നല്ല ബ്ലൂ കളർ കിട്ടാം. കാരണം എന്തുകൊണ്ടാണ്? കാരണം അതിൽ സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ് അയഡിൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണത്. അപ്പോൾ അയഡിൻ ഒഴിച്ചപ്പോൾ വൈന്ന് കളക്ട് ചെയ്ത ലീഫിലായിരിക്കും നല്ല ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടുക. കാരണം അതിൽ സ്റ്റാർച്ച് ഉണ്ട്, ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ചെടിയിൽ എക്സ്പെരിമെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ വെയിലത്ത് വെച്ചു. പിന്നെ അതിൽ CO2 ഉണ്ട് ഇല്ലേ? നമ്മൾ ഈ ബെൽ ജാർ ക്ലോസ് ചെയ്യണതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ CO2 എൻ്റർ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ആ CO2വും സൺലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഫോട്ടോസിന്തസിസ് നടത്തി. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണത്? ഇവിടെ നമ്മൾ ഈ ചെടിയുടെ തൊട്ടടുത്ത് നമ്മൾ KOH എന്ന് പറയുന്ന ഒരു കെമിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കെമിക്കലിൻ്റെ റോൾ എന്തായിരുന്നു? ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത CO2നെ എല്ലാം അത് അബ്സോർബ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ചെടിക്ക് പിന്നെ CO2 കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ ചെടിക്ക് CO2 കിട്ടാത്ത കാരണം അവിടെ അവർ ഫോട്ടോസിന്തസിസ് നടത്തിയില്ല. CO2
ഇല്ലാത്ത കാരണം അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റിയില്ല, അവിടെ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? CO2 ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തുള്ളൂ. അപ്പോൾ CO2 ഫോട്ടോസിന്തസിസിന് ഒരു എസെൻഷ്യൽ ഫാക്ടർ ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെൻറ്റ്. നമുക്ക് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വയ്ക്കാം. ഇങ്ങനെ തന്നെ പിക്ചർ കൊടുത്തിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന KOH അതിൻ്റെ ഫങ്ഷൻ എന്താ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. പിന്നെ ഡീസ്റ്റാർച്ചിങ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ട്, എത്തനോളിൽ നമ്മൾ ലീഫിനെ ബോയിൽ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു വീഡിയോ ഒന്നില്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പറ്റിയില്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ക്ലിയർ ആയോ? അപ്പോൾ ജസ്റ്റ് ഓവറോൾ ഒന്നും കൂടി വരണ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയാം. ഡീസ്റ്റാർച്ചിങ്. എന്താ ഡീസ്റ്റാർച്ചിങ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡീസ്റ്റാർച്ചിങ് ചെയ്യുക? ഡീസ്റ്റാർച്ചിങ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് നമ്മൾ 3-2 ദിവസം ഒരു ഡാർക്ക് റൂമിൽ വയ്ക്കാം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഉടനടി ഒരു പ്ലാന്റിനെ, വെയിലത്തിരിക്കുന്ന പ്ലാന്റിനെ കൊണ്ടുവന്ന് ഫോട്ടോസിന്തസിസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് റൂമിൽ വെക്കണത്, ഡീസ്റ്റാർച്ചിങ് ചെയ്യണത്. മനസ്സിലായോ? ഇനി KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ CO2നെ അബ്സോർബ് ചെയ്യലാണ് അതിൻ്റെ റോള്. ക്ലിയർ ആയോ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലീഫിനെ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യണത്? അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോളിൽ എന്തിനാണ് നമ്മൾ ലീഫിനെ ബോയിൽ ചെയ്യണത്? അതിൻ്റെ ക്ലോറോഫിലിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആയോ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ എത്തനോളിൽ ബോയിൽ ചെയ്യാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു ഇല്ലേ. ലീഫിനെടുത്ത് എത്തനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ്. ഒരിക്കലും ഡയറക്റ്റ് എത്തനോളിലിട്ട് ഒരിക്കലും നമ്മൾ ബോയിൽ ചെയ്യരുത്. കാരണം ആൽക്കഹോളായ കാരണം തന്നെ പെട്ടെന്ന് അത് കത്തുപിടിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചോക്ലേറ്റൊക്കെ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യാം? നേരിട്ട് സ്റ്റൗവിൽ കൊണ്ടുപോയി വെച്ചിട്ടല്ലല്ലോ മെൽറ്റ് ചെയ്യുക. നമ്മളതിനെ ഡബിൾ ബോയിലാണ് ചെയ്യുക അല്ലേ, ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എത്തനോൾ ഉപയോഗിച്ച് എന്ത് കാര്യം ബോയിൽ ചെയ്യുകയാണെങ്കിലും ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അല്ലാണ്ട് നേരെ സ്റ്റൗവിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും എത്തനോളിനെ നമ്മൾ ബോയിൽ ചെയ്യില്ല. കാരണം അത് ആൽക്കഹോളായ കാരണം തന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ അതും ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് ആൽക്കഹോളായ കാരണം പെട്ടെന്ന് കത്ത് പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കാം. സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് ആവശ്യമാണോ? അത് പ്രൂവ് ചെയ്യണ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ CO2 ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് ഇവിടെയും വരണത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഒരു പോട്ടഡ് പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പോട്ടഡ് പ്ലാന്റ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് നേരത്തെ എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താ ചെയ്യേണ്ടത്? ഡീസ്റ്റാർച്ചിങ് ചെയ്യുക. ഈ പ്ലാന്റിനെ 2-3 ദിവസം ഒരു ഡാർക്ക് റൂമിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ എന്ത് പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡീസ്റ്റാർച്ച് ചെയ്യുക. ആദ്യം ഒരു പോട്ടഡ് പ്ലാന്റ് സെലക്ട് ചെയ്തു, അതിനെ ഡീസ്റ്റാർച്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് ആ ലീഫിനെ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലീഫിൽ നമ്മളൊരു ബ്ലാക്ക് സ്ട്രിപ്പ് വെച്ച് അതിനെ കവർ ചെയ്തു. മൊത്തത്തിലല്ല, ഒരു ഭാഗം അതിൻ്റെ ലീഫിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ബ്ലാക്ക് പേപ്പറിൻ്റെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്തു. മുകളിലും താഴെയും നമ്മൾ കവർ ചെയ്യണം. അതിനുശേഷം നോക്കിയേ, ഈ പോട്ടഡ് പ്ലാന്റ്
സൺലൈറ്റിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം ഈ ലീഫ് നമ്മൾ പ്ലക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ നടത്താം. ഉടനടി ലീഫിനെ എന്ത് ചെയ്യാം, നമ്മൾ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അതിനെ കില്ല് ചെയ്യാനായിട്ട്. അതിനുശേഷം എത്തനോൾ ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക. എന്തിനാണ് നമ്മൾ എത്തനോൾ ഉപയോഗിച്ച് ബോയിൽ ചെയ്യണത്? ആ ലീഫിൻ്റെ ക്ലോറോഫിൽ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ഈ ഒരു ലീഫ് നമുക്ക് കളറൊക്കെ പോയി കഴിഞ്ഞിട്ട് കിട്ടും അല്ലേ. അതിനുശേഷം ഈ ലീഫിലേക്ക് നമ്മൾ കുറച്ച് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. എന്തിനാണ് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കണേ? സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഈ ലീഫാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ലീഫിൻ്റെ ഈ ഭാഗത്തും നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 ഭാഗത്തും നോക്കിയാൽ ഈ 2 ഭാഗത്തും നമ്മൾ കവർ ചെയ്തിട്ടില്ല, ലീഫിനെ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് എന്ത് കിട്ടും? അവർക്ക് സൺലൈറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ സൺലൈറ്റ് കിട്ടുമ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫോട്ടോസിന്തസിസ് നടന്ന് അവിടെ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 2 ഭാഗത്തും എന്ത് കിട്ടിയത്? ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ കിട്ടിയത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താ സംഭവിച്ചത്? ഈ ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് സ്ട്രിപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കവർ ചെയ്ത കാരണം അവിടെ ലൈറ്റ് എത്തിയില്ല. കവർ ചെയ്തിരിക്കണ കാരണം സൺലൈറ്റ് ഈ ഒരു ഭാഗത്ത് ആ ലീഫിന് എന്ത് കിട്ടിയില്ല? സൺലൈറ്റ് കിട്ടിയില്ല. അപ്പോൾ സൺലൈറ്റ് കിട്ടാണ്ടായിരുന്നപ്പോൾ അവിടെ എന്ത് നടന്നില്ല? സൺലൈറ്റ് കിട്ടിയില്ല. അവിടെ ഫോട്ടോസിന്തസിസ് നടന്നില്ല. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാത്ത കാരണം ഇവിടെ സ്റ്റാർച്ച് ഉണ്ടായോ? ഇല്ല. അതുകൊണ്ടാണ് അയഡിൻ നമ്മൾ അവിടെ ഒഴിച്ചപ്പോൾ അവിടെ പ്രത്യേക മാറ്റമൊന്നും ഉണ്ടാവാണ്ടിരുന്നത്. ക്ലിയർ ആയോ? പക്ഷേ ഈ 2 ഭാഗത്ത് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ നല്ല ബ്ലാക്ക് കളർ നമുക്ക് കിട്ടി. കാരണം അവിടെ ഫോട്ടോസിന്തസിസ് നടന്നു. ഈ സെൻറ്ററിൽ ബ്ലാക്ക് സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്ത ഭാഗത്ത് ലൈറ്റ് കിട്ടാത്ത കാരണം അവിടെ ഫോട്ടോസിന്തസിസ് നടന്നില്ല, സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് എന്താവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തി സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ എക്സ്പെരിമെൻറ്റ്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ആദ്യം ഡീസ്റ്റാർച്ച് ചെയ്യുക, പിന്നെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക, പിന്നെ നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ലീഫിനെ കില്ല് ചെയ്യണം, ബോയിൽ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് അയഡിൻ ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റ് നോക്കാം. ക്ലോറോഫിൽ ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ക്ലോറോഫിൽ ആവശ്യമാണോ? അത് തെളിയിക്കണ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വേരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്താണ് ഈ വേരിഗേറ്റഡ് ലീഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലീഫ് ദാറ്റ് ഡിസ്പ്ലേസ് ഡിഫറെൻറ്റ് കളർ. ആ ഒരു ലീഫിൽ പലതരത്തിലുള്ള കളേഴ്സ് നമുക്ക് കാണാം. ഞാൻ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നോക്കിയേ, അതിൽ ഗ്രീൻ കളറും യെല്ലോ കളറിൻ്റെ ഒരു മിക്സ്ഡ് ആണ്. അങ്ങനത്തെ ലീഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഗ്രീനും വൈറ്റും കോമ്പിനേഷനുള്ള പ്ലാന്റ്സ് നമുക്ക് കാണാം ഇല്ലേ? അങ്ങനത്തെ ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഗ്രീൻ കളറും യെല്ലോവും ഉള്ള ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ ലീഫ് നോക്കിയാൽ ഗ്രീനും ഒരു പിങ്ക് ഷെയ്ഡും വരണ ചെടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലീഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിഗേറ്റഡ് ലീഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിഗേറ്റഡ് ലീഫ് എന്താണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയുന്നത് ലീഫ് ദാറ്റ് ഡിസ്പ്ലേസ് ഡിഫറെൻറ്റ് കളർ. ആ ഒരു ലീഫിൽ പല കളറ് കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് നമ്മൾ സെലക്ട് ചെയ്യണത് ഇങ്ങനത്തെ ഒരു പ്ലാന്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ നേരത്തെ 2 എക്സ്പെരിമെൻറ്റിൽ കണ്ട സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യണത്. നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ ചെയ്ത പോലെ തന്നെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുള്ള ഒരു പ്ലാന്റിനെ, പോട്ടഡ് പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെ ഡീസ്റ്റാർച്ച് ചെയ്യുക. ഡീസ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡാർക്ക് റൂമിൽ 2-3 ദിവസം വെച്ചതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്തു? സൺലൈറ്റിൽ കൊണ്ട് വെക്കുകയാണ്. സൺലൈറ്റിൽ കൊണ്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ലീഫ് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തെടുക്കും. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു വേരിഗേറ്റഡ് ലീഫ്. അങ്ങനെ വെയിലത്ത് വെച്ച് ആ പ്ലാന്റിൻ്റെ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തു.
അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുക? ആദ്യം തന്നെ ഈ ലീഫിനെ നമ്മൾ കില്ല് ചെയ്യും, ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ കില്ല് ചെയ്യും. അതിനുശേഷം എത്തനോളിൽ ബോയിൽ ചെയ്യും. അപ്പോൾ എത്തനോളിൽ ബോയിൽ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടൊരു വൈറ്റ് കളറിലായിരിക്കും ലീഫ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ എത്തനോളിൽ ബോയിൽ ചെയ്ത ലീഫിൽ നമ്മൾ എന്ത് ചെയ്യാം, അയഡിൻ സൊല്യൂഷൻ നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് കിട്ടുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഈ പച്ച കളറുള്ള, നോക്കിയേ, ഈ പച്ച കളറുള്ള ഭാഗത്ത് എന്താ സംഭവിക്കണേ, അവിടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ബ്ലാക്ക് കളർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ എന്താ ഉണ്ടായിരുന്നത്, അവിടെ സ്റ്റാർച്ച് ഉണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ യെല്ലോ കളറുള്ള ഭാഗത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്, യെല്ലോ കളറുള്ള ഭാഗത്ത് സ്റ്റാർച്ച് ടെസ്റ്റ് അയഡിൻ ഒഴിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, അവിടെ ഒരു കളറും ഉണ്ടായില്ല, കളർലെസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ക്ലോറോഫിൽ ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ് വളരെ ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ടു ഇല്ലേ. അപ്പോൾ ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ. അപ്പോൾ ക്ലോറോഫിലിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. പിന്നെ ഈ ക്ലോറോഫിലാണ് ഈ ഇലകൾക്കെല്ലാം ഗ്രീൻ കളർ കൊടുക്കുന്നത്, ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ആണത്. അപ്പോൾ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ 3 എക്സ്പെരിമെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട. 3 എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കുക. 3 എക്സ്പെരിമെൻറ്റും എന്താ, സെയിം പ്രൊസീജിയർ തന്നെയാണ് അല്ലേ. അതിൽ വ്യത്യാസമായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. എല്ലാം സ്റ്റെപ്പുകൾ, അയഡിൻ ടെസ്റ്റ് ചെയ്യണ എല്ലാ പ്രൊസീജിയറും ആ സ്റ്റെപ്പുകളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്റ്റാർച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്, അയഡിൻ ടെസ്റ്റ്. അതുപോലെ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കളർ ഏതാണ്, നമുക്കറിയാമല്ലോ ഏത് കളറാണ്, നല്ല ബ്ലൂ ബ്ലാക്ക് കളറാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പം ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്